അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. വിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ 9 നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് വുദൂ കർമ്മത്തിന് ശേഷം 3 പ്രാവശ്യം സൂറത്തുൽ ഖദർ പാരായണം ചെയ്യൽ. പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല. ചെറിയ ശ്രദ്ധ കൊണ്ട് വലിയ ഒരു പ്രതിഫലത്തിൻ്റെ സുന്നത്താണ് നാം നഷ്ടപ്പെടുത്തുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും വുദൂ കഴിഞ്ഞാൽ വുദൂവിന് ശേഷമുള്ള പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കലാണ്. എന്നാൽ വുദൂവിന് ശേഷം 3 പ്രാവശ്യം സൂറത്തുൽ ഖദർ പാരായണം ചെയ്താൽ വലിയ പ്രതിഫലമുണ്ട്. മാത്രമല്ല അത് പ്രധാനപ്പെട്ടൊരു സുന്നത്തും കൂടിയാണെന്ന് മനസ്സിലാക്കണം. മഹാനായ ഇമാം ദൈലമി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഒരാൾ വുദൂഇന് ശേഷം ഒരു തവണ സൂറത്തുൽ ഖദർ പാരായണം ചെയ്താൽ അവനെ സിദ്ദീഖീങ്ങളോട് കൂടെ അവനെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. എന്നാൽ അത് 2 പ്രാവശ്യമാണ് ഓതുന്നെങ്കിലോ അവനെ ശുഹദാക്കന്മാരുടെ ലിസ്റ്റിൽ അവനെ ഉൾപ്പെടുത്തുന്നതാണ്. എന്നാൽ 3 തവണയാണ് വുദൂഇന് ശേഷം സൂറത്തുൽ ഖദർ പാരായണം ചെയ്തെങ്കിൽ അമ്പിയാക്കന്മാരോടുകൂടെ നാളെ അവനെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണെന്ന് പ്രത്യേകം നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ മറ്റൊരു അതിൻ്റെ പവിത്രത മനസ്സിലാക്കി തരുന്ന ഒരു ഹദീസ് നുസ്ഹത്തുൽ മജാലിസിൽ കാണാൻ സാധിക്കും. സൂറത്തുൽ ഖദർ ഒരു തവണ പാരായണം ചെയ്താൽ വുദൂഇന് ശേഷം ഒരു തവണ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അവനക്ക് 50 വർഷത്തെ ഇബാദത്തിൻ്റെ പ്രതിഫലമാണ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ 2 തവണയാണ് പാരായണം ചെയ്യുന്നതെങ്കിലും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്ക് നൽകപ്പെടുന്ന പ്രതിഫലങ്ങൾ നൽകപ്പെടുന്നതാണ്. അതുപോലെ തന്നെ 3 തവണയാണ് ഒരാൾ പാരായണം ചെയ്യുന്നതെങ്കിൽ സ്വർഗ കവാടങ്ങൾ അവനക്ക് വേണ്ടി തുറക്കപ്പെടുകയും അങ്ങനെ ആക്ഷേപവും ശിക്ഷയും ഒന്നുമില്ലാതെ അവനക്ക് എന്താവാം, ഇഷ്ടപ്പെട്ട കവാടത്തിലൂടെ പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ വലിയ പ്രതിഫലം നൽകുന്ന ഒരു അമലാണ്, ഒരു സുന്നത്താണ് വുദൂഇന് ശേഷം സൂറത്തുൽ ഖദർ പാരായണം ചെയ്യൽ. അപ്പോൾ അത് പ്രത്യേകം നാം ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.